എല്ലാവർക്കും നമസ്കാരം. മണിമുത്തുകളുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരിവിഷ്ണു. ഞാനും അച്ഛൻ വിഷ്ണു നമ്പൂതിരിയും അമ്മ ശാന്ത നമ്പൂതിരിയും അനിയത്തി അപർണയും കുറേ കാലം കൈരളിയുടെ മെമ്പേഴ്സായിരുന്നു, എസ്പെഷ്യലി 1990s. കൈരളിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയേറെ മധുരിക്കുന്ന ഓർമ്മകൾ വരും. ഞാനും അനിയത്തിയും കൈരളി ജോയിൻ ചെയ്യുന്നത് ഒരു സമ്മർ ക്യാമ്പ് വഴിയായിരുന്നു. ഗൾഫ് മോഡൽ സ്കൂളിലെ ഒരു സമ്മർ ക്യാമ്പ്. അന്ന് ജനിയങ്ങൾ നമ്മൾ കൊച്ചുകുട്ടികളെ ഒരു പാട്ട് പഠിപ്പിച്ച ഓർമ്മ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആര് നീ ജിന്മകളെ പേര് ചൊല്ലാമോ, അതായിരുന്നു പാട്ട്. ഇങ്ങനെ പല മധുരിക്കുന്ന ഓർമ്മകൾ, മറക്കാനാവാത്ത ഓർമ്മകൾ കൈരളി എനിക്ക് നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ സോമൻ വെങ്കിടങ്ക അങ്കിളിനെ കുറിച്ചുള്ള അനുസ്മരണം. ആദ്യകാല കൈരളി പ്രവർത്തകനും വലിയ കലാകാരനുമായ സോമൻ വെങ്കിടങ്ക അങ്കിളിനെ കുറിച്ചുള്ള അനുസ്മരണം നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാബുജി അങ്കിൾ. കൈരളിയിലെ എല്ലാ മണിമുത്തുകൾക്കും എൻ്റെ പ്രണാമം. ജെന്നി ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന സോമൻ വെങ്കിടങ്ങ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കുന്ന സോമൻ വെങ്കിടങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയുവാന് എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ച ജെന്നിക്കും എല്ലാ മണിമുത്തുകൾക്കും ആദ്യം തന്നെ നന്ദി ഞാൻ പറയുന്നു. സോമന് ഒരു നല്ല സുഹൃത്തായിരുന്നു, എൻ്റെ സഹോദര തുല്യനായ ഒരു സുഹൃത്തായിരുന്നു. എപ്പം നോക്കിയാലും തമാശകൾ മാത്രം പറയുന്ന സോമൻ, തൻ്റെ ദുഃഖത്തിലും ചിരിക്കുന്ന സോമൻ. ഞാൻ ആദ്യമായി സോമനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനാപകടം കഴിഞ്ഞ് ഒരു അറബി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അത് കഴിഞ്ഞ് ജാമ്യത്തിൽ അദ്ദേഹം ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി കാണുന്നത്. ആ സമയത്ത് നമ്മൾ കാണുന്ന ചിരിക്കുന്ന സോമനെയാണ്, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന സോമനാണ്. തൻ്റെ ദുഃഖങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ അടുത്ത് പറയാതെ അതും നർമ്മത്തിൽ ചാലിച്ചു പറയുന്ന ഒരു സോമനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് 3-4 നാടകം ചെയ്യാനിടയായി. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എത്ര കൺട്രോളുള്ള നടനാന്നേലും അറിയാതെ നമ്മൾ ചിരിച്ചു. അവിടെ നമുക്ക് നമ്മുടെ കൺട്രോൾ വിടുന്ന ആ സമയത്തൊക്കെ വളരെയധികം നമ്മൾ സംയമനം പാലിപ്പിച്ച് നമ്മൾ കടിച്ചു പിടിച്ചൊക്കെ നിന്നില്ലെങ്കിൽ സോമൻ്റെ മുന്നിലത്തെ ചില അഭിനയത്തിൻ്റെ മുന്നിൽ നമ്മൾ ചിരിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നതെന്ന് പറയുന്നത് റിഹേഴ്സൽ നടക്കുമ്പോൾ നമ്മുടെ റോളല്ലാതെ മാറിയിരിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ട്. ആ സമയത്ത് സോമൻ പറയുന്ന തൃശ്ശൂരുകാരുടെ കഥകളുണ്ട്, കുന്നംകുളം കഥകളുണ്ട്, ആ ആക്സെന്റിൽ പറയുന്ന കഥകളുണ്ട്. എന്നാൽ ഒരു ദൈവാധീനമുള്ള മനുഷ്യനായിരുന്നു സോമൻ. കാരണം അപകടം വന്നെങ്കിലും നമ്മുടെ കൈരളിയിലെ കരീം ഉൾപ്പെടെ അന്നുണ്ടായിരുന്ന ഭാരവാഹികൾ ഒരു വൻ തുക നമ്മൾ അവിടെ കൊണ്ട് കെട്ടിവെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ജാമ്യത്തിന് വേണ്ടി. അതിനെല്ലാ സഹായ സഹകരണങ്ങളും കൈരളിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തി. സോമൻ കേസ് കഴിഞ്ഞ് വെറുതെ സോമനെ വിട്ടുന്ന ഒരവസ്ഥയുണ്ടായി. അതിന് ആൾക്കാരെ പോയി കാണാനും എടുക്കാനും ഒക്കെ എല്ലാവരും കൈരളിയുടെ ഭാരവാഹികൾ നടന്നു എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. സോമന്റെ വൈഫും കുഞ്ഞും വന്നതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുള്ളത്
ദുബായ് സിനിമയുടെ അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു വില്ലയിൽ സോമൻ കുറച്ച് നാൾ താമസിച്ചായിരുന്നു. അവിടെ ഞങ്ങൾ പോവുകയും സോമനെ കാണുകയും സോമൻ്റെ വീട്ടിൽ വരികയും ഫാമിലിയായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു നല്ല സുഹൃത്തിനെ നമ്മളെ വേർപിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും അതിൻ്റെ യൗവനത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന ചന്ദ്രൻ വെങ്കിടങ്ങും നമ്മളെ വിട്ടുപോയി, അബ്ദുള്ള കുട്ടി വിട്ടുപോയി. ഇങ്ങനെ കുറേ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിട്ടുപോയി. എന്നാൽ സോമൻ, നിങ്ങൾ സോമൻ്റെ ഫോട്ടോകൾ എൻ്റെ ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. നാടകത്തിൽ അഭിനയിച്ചത് എൻ്റെ ഉണ്ട്, അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. ആ സോമൻ്റെ ഓർമ്മകളിൽ അത് ദുഃഖ സ്മരണകളാണ്. എന്നാലും ജീവനോടിരുന്നപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും സന്തോഷം മാത്രം പകർന്നതായിരുന്നു. ഒരു നല്ല സുഹൃത്ത്, ആത്മാർത്ഥതയുള്ള സുഹൃത്ത് എന്നാണ് ഞാൻ പറയുന്നത്. ദേഷ്യം ഇല്ലാത്ത ഒരു സുഹൃത്ത്, എന്ത് പറഞ്ഞാലും കളിയാക്കിയാലും ചിരിക്കുന്നതും അതിനൊരു തമാശ മാത്രം പറയുന്ന സോമന്. ആ സോമനെ ഞാൻ വീണ്ടും ഓർത്തുകൊണ്ട് സോമന്റെ ഓർമ്മകളിൽ പ്രണാമം സോമന്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികളോടെ സോമന്റെ മുന്നിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൈരളിയുടെ ആദ്യകാല പ്രവർത്തകനും സാഹിത്യകാരനുമായ എടവ ഷുക്കൂർ അങ്കിളിന്റെ വാക്കുകൾ നമുക്കിനി ശ്രദ്ധിക്കാം. കൈരളി കലാകേന്ദ്രത്തിലൂടെ ഉദയം കൊണ്ട ഒരു പ്രവർത്തന ശൈലിയുടെ ദൃഷ്ടാന്തമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ കലാസാഹിത്യ സാംസ്കാരിക മേഖലയിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ അതിനെ അർഹിക്കുന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യബോധമുള്ള ഒരു കലാസാഹിത്യ സാംസ്കാരിക സംഘടനയുടെ കടപ്പാടാണ്, കടമയാണ്. അതിൽ നിന്ന് ഒട്ടും പിന്നിലല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പം ജന്യയുടെയും ഷബീറിൻ്റെയും പ്രവർത്തനത്തിലൂടെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും അഭിനന്ദനീയമാണ്. പക്ഷേ പ്രവാസ ജീവിതം കാൽനൂറ്റാണ്ട് കാലം ഞാനിവിടെ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവാസത്തിനിടയിൽ ഞാൻ 11 നാടകങ്ങളും ആരാധന നോവലും മൻ റബ്ബുക വമാ ദീനുക എന്ന ചെറുകഥാ സമാഹാരവും രചിക്കുകയുണ്ടായി. മലയാളത്തിലെ മുഖ്യധാര പ്രസാധകർ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വായനക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അഭിനന്ദനങ്ങൾ, സഹകരണം വിസ്മരിക്കാത്തതുമാണ്. ആരാധന നോവൽ പ്രവാസ ജീവിതത്തിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നെഴുതുമ്പോൾ അതിനകത്ത് വായനക്കാരനെ കുറുക്കുവഴിയിൽ പാട്ടിലാക്കാനുള്ള വിദ്യകളൊന്നും നനച്ചാണ്. ജീവിതത്തിന്റെ സത്യം സത്യമാണ്. അതിൽ തുറന്നു കാണിക്കാൻ ഞാൻ ഒരിക്കലും കാണിക്കില്ല. ജീവിതത്തിന്റെ കണ്ണുനീരും പുഞ്ചിരിയും ഒക്കെ അതിനകത്ത് പ്രകടമാണ്. മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകൾ അത് കണ്ടും കേട്ടും അനുഭവിച്ചറിയുമ്പോൾ ഒരു തൂലികയെ പടവാളാക്കി മുന്നേറുന്ന ഒരു മനുഷ്യന് അതിൽ നിന്നും ഒരിക്കലും തിരിക്കാനാവില്ല. ഒരു എഴുത്തുകാരന്റെ പടവാൾ തന്നെയാണ് തൂലിക. അടുത്തതായി
മജീദങ്ങളുടെ ഒരു മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. ദിവ്യസംഗലികൾ മണ്ണിൻ സ്വപ്നമഞ്ജരികൾ ദിവ്യസംഗലികൾ മണ്ണിൽ സ്വപ്നമഞ്ജരികൾ കവിത സാരിക കളമൊഴിയ വെറുതെ ഒഴിയും തീരവിധം ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹരത്തിലും ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 വിണ്ണും വീണ പൊൻകൊടിയും ഉള്ളോ പെണ്ണിൻ തേൻകുടവും വിണ്ണും വീണ പൊൻകൊടിയും ഉള്ളോ പെണ്ണിൻ തേൻകുടവും സ്വരരാഗങ്ങളിൽ ഒഴുകി വരും അമൃതം പകരും തീരമിതം ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ പാടി വിളിക്കൂ ഇതാ ഇതാ ഇതാ. കൈരളിയുടെ ആനുവൽ ഡേ ഫംഗ്ഷൻസിൽ നമ്മൾ എത്രയോ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചിരിക്കുന്നു. പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവും പ്രഭാഷകനും MP-യും ഒക്കെ ആയിരുന്ന ശ്രീ MP വീരേന്ദ്രകുമാറിനെ നമ്മുടെ ആനുവൽ ഡേ ഫംഗ്ഷനിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കരീം അങ്കിൾ ആദരിക്കുന്ന ആരംഗം നമുക്കിനി ഒന്ന് കാണാം.
പ്രിയ സ്നേഹിതരെ, ഹാൾ നിറഞ്ഞു നിൽക്കുന്ന കൈരളി കലാകേന്ദ്രം സുഹൃത്തുക്കളെ കണ്ടിട്ട് സത്യത്തിൽ കൈരളി കലാകേന്ദ്രത്തിൻ്റെ മെമ്പറും ജനറൽ സെക്രട്ടറിയും എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൈരളി കലാകേന്ദ്രം അതിൻ്റെ യുവത്വത്തിലോട്ട് കാലൂന്നിയിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഈ കുറഞ്ഞ സമയത്തുള്ള ഒന്നേ പറയുവാനുള്ളൂ. നിങ്ങൾ താലോലിച്ച് വളർത്തിയെടുത്ത ഞങ്ങളുടെ സംഘടന ഈ 16 വർഷക്കാലം അത്രയും മതരാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിച്ചു പോരുകയാണ്. നൗ ഇൻവൈറ്റ് അവർ പ്രസിഡന്റ് ശ്രീ കരീം വെങ്കടൻ ടു ഡെലിവർ എ പ്രസിഡൻഷ്യൽ അഡ്രസ്. പ്രിയമുള്ളവരെ, വളരെയേറെ കഷ്ടപ്പാടുകളും കഷ്ടതകളും സഹിച്ച് ഇത്രയും 16 വർഷം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും വളരെ അധികം അഭിമാനിക്കുന്നു. വീണ്ടും വർഷങ്ങൾ സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ ഇത്തരണത്തിൽ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു, നന്ദി പറയുന്നു. കൂടുതലായി ഇത്തരണത്തിൽ ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ MP വീരേന്ദ്രകുമാർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ അറിയാം. എങ്കിലും ഒരു ചടങ്ങ് ഈ ദിനത്തിലൂടെ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിനുള്ള ഇൻട്രഡക്ഷനും ഇവിടെ നടത്തപ്പെടുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. I request Mr. Narendra Kumar, our Honorable Consul General of India, Dubai, to come to the podium to inaugurate this function. Thank you. My dear sisters, my dear brothers, and our beloved children, before I say anything, I would like to convey the greetings and felicitations from India's ambassador to UAE, Shri Ranjit Sethi. He asked me to convey his greetings to you today, and on his behalf and on my own behalf, I felicitate the Dubai Kairali Kala Kendram, its office bearers and its members on its 16th anniversary. Wishing you all success in your activities, and Dubai Kerala Kala Kendram, its members, our children. May God bless all of us. Thank you very much. Now, felicitations. I request Mr. Sunil Bhatia, Honorable President of Indian Association of Dubai, to speak few words. Thank you. His Excellency Shri Narendra Kumar, Mr. Karim, the President of Kairali Kala Kendram, ladies and gentlemen, I am very happy to note that Kairali Kala Kendram Dubai is celebrating its 16th anniversary and Children's Day celebration. Dubai Kairali Kala Kendram has contributed a lot to promote the culture of Kerala amongst the expatriate living away from the motherland. Their enthusiasm and cooperation is well known. Kerala takes active part in various functions held in Dubai and have won many prizes. On behalf of the Indian Association Dubai and on my own behalf, I wish Kairali Kala Kendram and the winner of all the prizes today, its office bearers, and best of luck for all of them. Thank you. Here we end the first part of the meeting. Now we come to the second part. That is
as you know, our honorable guest of today's, Mr. Virendra Kumar, MP Virendra Kumar, is the chairman of PTI, Trust of India, and chairman and managing director of Madhrubhumi. As I mentioned earlier, I would request Mr. Salim to come forward and speak few words about what we have done today to congratulate and to award Mr. Virendra Kumar for his valuable contribution to the humanitarian causes. So I will request Mr. Salim to come to this stage. Thank you. Ladies and gentlemen, it gives me great pleasure in welcoming Shri MP Virendra Kumar, our special invitee of this evening's function. May I now request our President, Shri Karim Vengadange, to present a Ponnade to Shri Virendra Kumar. May I now request His Excellency Mr. Narendra Kumar, Consul General of India, to present this memento on behalf of Dubai Kairali Kala Kendram to our guest, Shri Virendra Kumar. നിങ്ങളിന്ന് എനിക്ക് തന്ന ഈ ബഹുമതിയിൽ ഞാൻ അർഹനല്ലെന്ന് എനിക്കറിയാം. പലർക്കും പല അവസരങ്ങളിലും അർഹതപ്പെടാത്ത പല സ്ഥാനങ്ങളിലും എത്താറുണ്ട്. അങ്ങനെയുള്ള ഏതോ ഒരു മുഹൂർത്തമായി മാത്രമേ ഞാനിത് കണക്കാക്കുന്നുള്ളൂ. ഏത് സാമൂഹിക സൗഹാർദ്ദത്തെപ്പറ്റി, മതസൗഹാർദ്ദത്തെപ്പറ്റി എല്ലാം ഇവിടെ പറഞ്ഞു. അതിനുവേണ്ടി എന്തോ ഞാൻ പ്രവർത്തിച്ചു എന്നും പറയുകയുണ്ടായി. എനിക്കറിയില്ല. ഒരു മനുഷ്യൻ, ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ എനിക്കൊന്നറിയാം, നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ചെറിയ ചെറിയ കോട്ടകൾ ഉണ്ടാക്കുകയും ആ കോട്ടകൾ നമ്മുടെ ലോകങ്ങളാണെന്ന് കാണുകയും ആ കോട്ടകൾക്കുള്ളിൽ പ്രപഞ്ചത്തെ മറന്നുപോവുകയും ചെയ്യുന്നു. ചെറിയ ചെറിയ കോട്ടകൾ തകർക്കപ്പെടുമ്പോൾ വിശാലമായ വിഹായസിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. ഒരു ചെറിയ ഘട്ടത്തിൽ ആകാശമുണ്ട്. ഈ ആകാശം അനന്തവുമാണ്. ആകാശത്തെ നമ്മൾ പരിമിതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. ഞാനിവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സൗഹാർദ്ദവും അതേപ്പറ്റി അവിടെ പറയും. മനുഷ്യൻ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, മതം മനുഷ്യൻ്റെ നന്മക്കല്ലേ. മതങ്ങൾ തമ്മിൽ പോരടിച്ചിട്ടുണ്ടോ? മതങ്ങൾ മനുഷ്യൻ്റെ നന്മക്കാണെങ്കിൽ മനുഷ്യനാണ് നന്നാവേണ്ടത്. നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന പലതിലും നമ്മളൊക്കെ ദുഃഖിതരാണ്. നിങ്ങൾ ഇന്ന് ഈ പുരസ്കാരം എനിക്ക് തരുമ്പോഴും ഞാനത് വാങ്ങുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ അഗാധ തലത്തിൽ, എൻ്റെ ആത്മാവിൻ്റെ ഏതോ തലത്തിൽ ചില ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങളെല്ലാം പങ്കിടാൻ ഞാനവിടെ മുതിരുന്നില്ല. പക്ഷേ ആ ദുഃഖങ്ങളിൽ കൂടിയും നമ്മൾ ഭാവിയിലേക്ക് നോക്കേണ്ടതുണ്ട്. മനീഷികളും മഹാരഥന്മാരും മഹാമനുഷ്യരും യുഗങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ സഹസ്രാബ്ദങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് നിങ്ങൾക്കും എനിക്കും 21ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയേണ്ട അർഹതയുണ്ടോ? എനിക്കറിയില്ല. 7 വർഷം 8 വർഷത്തെക്കുറിച്ച് പറയാൻ നമുക്ക് അർഹതയുണ്ടോ? നമ്മൾ എവിടെയെല്ലാം വെച്ച് എന്തെല്ലാമോ നമ്മൾക്ക് കടഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന ദുഃഖകരമായ ചില സംഭവങ്ങളിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നില്ല. നമ്മൾക്കറിയാം. ദുഃഖത്തെ എന്തിനെക്കുറിച്ച് കൂടുതൽ ഓർക്കണം. നമ്മൾ ഏതോ ഒരു നല്ല നാളെക്കുറിച്ച് നമ്മൾക്ക് സങ്കല്പിക്കാനല്ല നാളെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ഈസ് ദർ എനി പോയിന്റ് ഇൻ ബ്ലെയിമിങ് ഡാർക്ക്നെസ്? ലെറ്റ് us light a lamp. ഒരു മെഴുകുതിരിയിൽ നിന്ന് 10,000 മെഴുകുതിരികൾ കത്തിക്കാൻ സാധിക്കും. അനന്തമായ എത്ര മെഴുകുതിരികൾ കത്തിച്ചാലും കത്തിച്ച മെഴുകുതിരി അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾക്ക് ഈ രാജ്യത്തിൽ എവിടെയോ മനുഷ്യന്റെ മനസ്സിൽ കറുത്തിരുണ്ട ഏതോ മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ നമ്മൾ സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ കൈത്തിരികൾ കത്തിക്കണം.
ആ കൈത്തിരികൾ കത്തിച്ചാൽ നമ്മൾ കൈത്തിരി കത്തിച്ച വിളക്കുണ്ടല്ലോ അത് ചെറുതാവില്ല. അത് കത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മാതൃഭൂമിയെ പറ്റി ഒരു വാക്ക് പറഞ്ഞു. മാതൃഭൂമിയുടെ പടവുകൾ മഹാത്മാഗാന്ധിജിക്കെതിരെ പടവുകളാണ്. They talked about Madhurabhumi. Mahatma Gandhiji came to our institution, sir, and he climbed those stairs. Now small mortals like me, insignificant person like me may be climbing the stairs of Madhurabhumi to run that organization. But whenever great calamities happen, when the whole mankind is in sorrow, when we feel there is darkness right in front of us, nothing to hope, we always think of Mahatma, the man who lost his life with Rama's mantra on his lips. I feel Rama lived on Gandhiji's lips, not anywhere else. He died for communal harmony. He became a martyr for social harmony. He became a martyr for an India for which you'll be proud of. I can only assure you this. I can only assure you this in the name of Madhurabhumi, because you mentioned that name. മാതൃഭൂമിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ആ മഹാത്മാഗാന്ധിജി കയറിയ മാതൃഭൂമിയുടെ പടവുകളിൽ കൂടിയാണ് എന്നെപ്പോലുള്ള ചെറിയ മനുഷ്യർ ആ പടവുകളിൽ നിന്ന് കയറുന്നത് എന്നുണ്ടെങ്കിൽ, ഇതാ ഈ മഹാസമ്മേളനത്തിൽ വെച്ച്, ഈ മഹായോഗത്തിൽ വെച്ച് ഈ ചെറിയവനായ ഈ മനുഷ്യൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നു. ആപത്തുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, ദുഃഖങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ഇരുട്ടാണ് നമ്മുടെ മുമ്പിൽ നിന്ന് തോന്നുമ്പോൾ, മഹാത്മാഗാന്ധിജിയെ കുറിച്ച് ഓർത്ത് മാത്രമേ എന്നെപ്പോലുള്ള ചെറിയ ആളുകൾ ആ പടി കയറുകയുള്ളൂ. അത് മാത്രമേ എനിക്ക് ഉറപ്പ് തരാനുള്ളൂ. And your excellency, to you also I say this in English, and the whole country envelops itself in darkness when we are in despair. We small mortals will climb the stairs with the memory of Gandhiji and work for that and will strive for that. നിങ്ങൾ തന്ന ഈ ബഹുമാനം എനിക്ക് ശക്തി പകരുന്നു. ഈ ചെറിയ മനുഷ്യനെ ബഹുമാനിച്ച നിങ്ങളാണ് വലിയവർ. ഈ പുരസ്കാരം വാങ്ങിയ ഞാൻ വലുതല്ല. നിങ്ങളുടെ കൈരളി ഈ സംഘടനക്ക് എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ആരോ പറഞ്ഞു സ്വീറ്റ് 16, ഇറ്റ് ഈസ് സ്വീറ്റ് 17. മാത്രമല്ല, ഒരു സംഘടനയ്ക്ക് എത്രത്തോളം പ്രായമാവുന്നോ അത്രത്തോളം കൗമാരത്തിലേക്ക് അത് പോകും. ഈ സംഘടനയും കൗമാരത്തിലേക്ക് പോകട്ടെ. നമ്മളുടെ കൗമാരപ്രായത്തിൽ വാർദ്ധക്യം ബാധിച്ചു പോയ നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ കൗമാരവും നമ്മൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തന്ന സ്നേഹോപകാരങ്ങൾക്ക് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഉപനിഷത്തുകൾ പറഞ്ഞതുപോലെ മൂകം കരോതി വാചാലം, ഞാനിതാ മൗനിയായി അതിന് മറുപടി പറയുന്നു. നമസ്കാരം. May I request His Excellency Sri Narendra Kumar to release the first copy of the souvenir to Sri Virendra Kumar. Dubai Kairali Kala Kendram is very much pleased to see you all here in this auditorium to watch our 16th anniversary celebration and also the prize distribution to the winners of inter-school competition in connection with the Children's Day. A very big thank to all of you. Thank you once again. Hello everyone. ഞാൻ സ്മിത ഹമീദ്, കടുവിൽ ഹമീദ്ക്കാടെ മൂത്ത മകൾ. ഞങ്ങൾ കൈരളിയിൽ ഒരു ഏർലി 70s to 93 or 94 വരെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഫ്രൂട്ട്ഫുൾ മെമ്മറീസ് ഷെയർ ചെയ്യാൻ ജെന്യങ്കളും ഷെബീറും ഒരുക്കിയ ഈ ഒരു പ്ലാറ്റ്ഫോം, എ വെരി ബിഗ് താങ്ക്സ് ടു ബോത്ത് ഓഫ് ദം ആൻഡ് ടു ദ എൻറ്റയർ ക്രൂ ബിഹൈൻഡ് ഇറ്റ്. കൈരളിയുടെ ഫസ്റ്റ് മ്യൂസിക്കൽ ബാൻഡായ ബ്ലൂ ഡയമണ്ട്, അതിലെ നമ്മുടെ പ്രിയപ്പെട്ട അശോക് അങ്കിളുടെ ഒരു പാട്ട് കേൾക്കാം.
കൈരളിയുടെ മണിമുത്തുകളായ ലിറ്റിയും ജെനിഷും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് കാണാം. Ladies and gentlemen, we have Liti Mary Lex and Janish P. Jamal presenting before you a folk dance. പാട്ടേ പോട്ടേ ഇരിക്കട്ടിലയിലേ നിന്നെ കാത്തു കാത്ത് വല്ലഞ്ഞല്ലോ മയിലേ. ആട്ടേ പോട്ടേ ഇരിക്കട്ടിലയിലേ നിന്നെ കാത്തു കാത്ത് വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. നിന്നെ കാണും നേരം എന്റെ മജുനു എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. വെയിലുകൊണ്ട് കുഴഞ്ഞല്ലോ കത്തെഴുതി തുലഞ്ഞല്ലോ കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബാ. വെയിലുകൊണ്ട് കുഴഞ്ഞല്ലോ കത്തെഴുതി തുലഞ്ഞല്ലോ കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബാ. നിന്നെ കെട്ടിടാതെ അടങ്ങില്ല തീർച്ച. കണ്ടുമുട്ടാനാശയുണ്ട് കണ്ടിടുമ്പോൾ ബേജാറുണ്ട് ബാപ്പ കണ്ടാൽ കൂപ്പ് വെക്കുമെന്നെ. കണ്ടുമുട്ടാനാശയുണ്ട് കണ്ടിടുമ്പോൾ ബേജാറുണ്ട് ബാപ്പ കണ്ടാൽ കൂപ്പ് വെക്കുമെന്നെ. നീയും മാപ്പ് നൽകണം എനിക്ക് പൊന്നേ. ആട്ടേ പോട്ടേ ഇരിക്കട്ടിലയിലേ നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. വീടും പഠിപ്പോരെ പൊന്നാക്കി തന്നാലും നാട് വിടില്ല ഞാൻ അപ്പ. നിന്നെ കോടതി കേട്ടുവൻ ബാപ്പ. വീടും പഠിപ്പോരെ പൊന്നാക്കി തന്നാലും നാട് വിടില്ല ഞാൻ അപ്പ. നിന്നെ കോടതി കേട്ടുവൻ ബാപ്പ. എന്നാലും എനിക്കുള്ളിൽ സ്നേഹമുണ്ട് എന്റെ കണ്ണാണെ മജുനോട് പ്രേമമുണ്ട്. പെരുന്നാള് കൈഞ്ഞോട്ടെ പടച്ചോനാണേ നിന്നെ പരുന്ത് പോൽ റാഞ്ചി ഞാന് പറന്നു പോകും. Now, let's watch our extraordinarily talented Sharanya's Arabic song. Oh,
So please do share your memories, do like, do subscribe. See you soon until next episode. Thank you.